ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി കൂടിയാണിത്. ചോറിൻ്റെ കൂടെയും പൊറാട്ടയുടെ കൂടെയും വെള്ളപ്പത്തിനും എല്ലാം ഇത് ഒരു നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി കൂടിയാണിത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോകരുതേ. എന്നാൽ വേഗം വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ 4 കോഴിമുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസുള്ള ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 6 വെളുത്തുള്ളി അല്ലിയും ചതച്ചതാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അടുത്തത് സവാളയാണ് ചേർക്കുന്നത്. 4 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസുള്ള സവാളയാണ് ചേർത്തിരിക്കുന്നത്. വലിയ സവാളയാണെങ്കിൽ 3 മതിയാകും. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ബ്രൗൺ കളറായിട്ട് നമുക്ക് ഉള്ളി കിട്ടുന്നതാണ്. ഇനി ഇത് ഇഷ്ടമില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് മൂടി തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. കാശ്മീരി മുളക് പൊടി ചേർക്കുന്നതുകൊണ്ട് തന്നെ അധികം എരിവുണ്ടാവില്ല കേട്ടോ. കളറ് കൂടുതലായിരിക്കും, പക്ഷേ എരിവ് കുറവായിരിക്കും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറുന്നതാണ്. ഞാനിവിടെ ഒരു സെമി ഗ്രേവി ആയിട്ടുള്ള മുട്ട റോസ്റ്റാണ് തയ്യാറാക്കി എടുക്കുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് സെമി ഗ്രേവി ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒരു 3-4 മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ മൂടി തുറന്ന് നോക്കുമ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമില്ലെങ്കിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ പുഴുങ്ങി മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഒന്ന് വരഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മസാല നന്നായിട്ട് ഇതിലേക്ക് പിടിക്കുന്നതാണ്. ഒന്ന് മെല്ലെ ഇളക്കി കൊടുക്കാം. ഇത് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. മുട്ടയുടെ കളറൊക്കെ നന്നായിട്ട് മാറി മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഇനി നാരങ്ങ ഇല്ലെങ്കിൽ വിനാഗിരി ചേർത്താലും മതിയാകും. നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പുളിരസത്തിന് വേണ്ടിയിട്ട് നാരങ്ങാനീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് മൂടി വെച്ച് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുതേ. വലത്തുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.